ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ജെൽ ബീഡ് വെച്ചിട്ടുള്ള ഗ്ലാസ് ജെൽ ബീഡ് വെച്ചിട്ടുള്ള ഒരു മാല, ആ ഒരു സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈലോൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു ജമ്പ് റിങ് വെച്ചിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് കേട്ടോ. ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് കോർത്ത് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു 10 ബീഡ് കോർത്തിട്ട്, അപ്പോൾ ആദ്യം ബ്രേസ്ലെറ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റിൽ മറ്റേ സ്റ്റോൺ ചക്കിരിയും കൂടി ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ഒരു കളറിന് തന്നെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ബ്രേസ്ലെറ്റ് നമ്മളത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു ഇത് ക്രാക്ക് ബീഡാണ് വലുത് ഇട്ട് നോക്കിയത്. പക്ഷെ അതിനേക്കാളും ഭംഗി വന്നത് ആ ഒരു സ്റ്റോൺ വെച്ചപ്പോഴാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അത് ചെയ്തു പോയത് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് കെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് 2 ലെയറായിട്ടാണ് അത് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് വലിച്ച് മുറുക്കാനായിട്ട് എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് അത് അഴിഞ്ഞ് പോവാത്ത വിധത്തിൽ അത് ഒന്ന് കെട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളതിങ്ങനെ വലിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, അങ്ങനെ വലിച്ച് നോക്കുമ്പോൾ അത് നമ്മൾ കെട്ടിയ ഇത് അഴിഞ്ഞ്, അതായത് ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ബ്രേസ്ലെറ്റ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ മാലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നൈലോൺ ത്രെഡ് എടുത്തിട്ട് അതിൽ റിങ് കോർത്തിട്ട് ജംപ് റിങ് ഇത് വെച്ചിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കളയുവാണ് കേട്ടോ. അപ്പം ഇത് കുറച്ചൊരു ഇതായിപ്പോയി, ലെങ്ത്ത് ഭയങ്കര കൂടിപ്പോയത് കൊണ്ടിട്ട് നമ്മളൊന്ന് വീഡിയോ ഒന്ന് സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പം ഇത് ആ ഒരു ബീഡ് നമ്മൾ ആദ്യം ഒരു 10 ബീഡ് അങ്ങനെ കോർത്തിട്ട്, അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് ലോക്കാവും കേട്ടോ. എന്നിട്ട് നമ്മൾ കോർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളൊരു 10 ബീഡ് പ്ലെയിനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്, ജെൽ ബീഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 5 ബീഡ് വെച്ചിട്ടാണ് നമ്മൾ കോർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാല കോർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ബീഡ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് പകുതി ആക്കിയായിരുന്നു കേട്ടോ. പകുതി ആക്കിയിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ വെച്ചിട്ടല്ലല്ലോ ചെയ്തു പോകുന്നത്. അതേസമയം നമ്മൾ സെൻറ്റർ പോർഷൻ ആദ്യം അതാണ് ചെയ്തിട്ട് മുകളിലേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോൾ ഒരു എൻഡ് മുതലാണ് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾക്ക് ഒരു അപ്പുറം ഒരേ ലെവലിൽ തന്നെ വരണമല്ലോ. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ ബീഡ് പകുതി ആക്കിയിട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പം നമ്മൾ 10 ബീഡ് ഇത് കോർത്തിട്ട് പിന്നെ നമ്മൾ ഗോൾഡ് ബീഡ്, പിന്നെ 5 ബീഡ്, പിന്നെ ഗോൾഡ് ബീഡ് അങ്ങനെ കോർത്തിട്ട് പിന്നെ നമ്മൾ ഒരു ലാസ്റ്റ്, അതായത് ആ സെൻറ്ററിലേക്ക് പറഞ്ഞതിന് ഒരു 2 ഇത് ഉള്ളായിട്ട് പേളും സ്റ്റോൺ ചക്കിരിയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ അറ്റത്തായിട്ട് സെൻറ്ററിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് ഫ്ലവർ ക്യാപ്പും വലിയ ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഇതിലും ഒരു സ്റ്റോണിൻ്റെ ഇത് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ലോക്കറ്റ് പോലെ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു സെൻറ്ററിൽ 2 ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് ആ ഒരു പെൻഡൻറ്റ് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്ററിൽ നമുക്ക് വരുത്താൻ സാധിക്കുള്ളൂ. കണ്ടോ, അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു 2 പേൾ ബീഡ് അറ്റത്ത് വലുത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലവർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ചെയ്തു പോവുകയാണ് നമ്മളൊരു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഫ്ലവർ ക്യാപ്പിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ജെൽ ബീഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോൺ ചക്കിരി ഇട്ട് കൊടുത്തിട്ട് പേൾ ബീഡ് വെച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ
എന്താണോ ഒരു സൈഡിൽ ചെയ്ത ആ ഒരു സൈഡ് അത് തന്നെ ഇപ്പുറത്തും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് ഇനി ഇതൊന്നും ഇല്ലല്ലോ ഈ ഒരു പ്ലെയിൻ ബീഡ് മാത്രം കോർത്തിട്ടും നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ മാല പ്ലെയിനായിട്ട് മാല ഇത് വെച്ചിട്ട് ചെയ്തിട്ട് ഓരോ പെൻഡൻറ്റ് മാത്രം വെച്ചിട്ട് ചെയ്ത് സ്കൂളിലെ കുറച്ച് ടീച്ചേഴ്സ് ആനുവൽ ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയി. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അവർ എന്നിട്ട് അതിൻ്റെ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ജെൽ ബീഡ് മാത്രം പ്ലെയിനായിട്ട് ഒരു മാല കോർത്ത് ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മാല ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ബ്രേസ്ലെറ്റും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നമ്മൾ എന്നിട്ടൊരു 2 ഗുങ്കുരുവൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ നമ്മളതിൽ ജംപ് റിങ്ങിൽ വെച്ചിട്ടാണ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മാലയിലേക്ക് പെൻഡൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഇതിൽ ഹോളുണ്ട് പെൻഡൻറ്റിൽ, പക്ഷെ അങ്ങനെ കോർത്തു പോയാൽ അത് ഒരു ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന വിധത്തിൽ നിൽക്കില്ല. അതുകൊണ്ടിട്ടാണ് നമ്മളപ്പോൾ ഹാങ് ചെയ്ത വിധത്തിൽ ഇടാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി ഹാങ് ചെയ്ത വിധത്തിൽ വേണ്ട, അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ 2 പേൾ ബീഡിൻ്റെ ഇടക്ക് ഈ ഒരു പെൻഡൻറ്റ് കോർത്ത് കൊടുത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബ്രേസ്ലെറ്റും മാലയും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് കമ്മലും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇത് വെച്ചിട്ട് ഒരു സെറ്റ് കമ്മലും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ബീഡ് ഒരു 3 mm 3 mm അല്ല, ഒരു 4 mm ആണ് വരണം. ആ 4 mm വരണ ഒരു ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ഗുങ്കുരു അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ആ ഒരു ലോക്കറ്റിൻ്റെ ഇടയിൽ 2 ഗുങ്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ട് ഗുങ്കുരുവൊക്കെ ഇതാക്കുന്നതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്പീഡായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കോർത്ത് കൊടുത്ത് അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാലയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പം ഞാൻ കുറച്ച് ദിവസം ഇത് ചെയ്ത് വെച്ചിട്ട് പക്ഷെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്മലും കൂടി റെഡിയാക്കുന്നുണ്ട്, സെറ്റും കൂടി. അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റ് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഇതിൽ നമ്മുടെ ഇവിടെ കടയിൽ വരുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് അത് കണ്ടിട്ട് ഞാനങ്ങനെ ചെയ്ത് വെച്ചിരിക്കണ കണ്ടിട്ട് അങ്ങനെ ഓർഡർ തന്നിട്ട് അത് നമ്മൾ റെഡിയാക്കി കൊടുത്തു. പിന്നെ ഇപ്പോൾ റെഡിയാക്കാനായിട്ട് കുറച്ച് വേറെ ഐറ്റംസ് വരുത്താനുണ്ട്. അപ്പോൾ അതും കൂടി വന്നിട്ട് വേണം വേറെ ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൽ ഫ്യൂസ് സ്റ്റാറിൽ ഇത് കോർത്തിട്ട് അതിൻ്റെ ഹോളിൽ കൂടി വലിച്ചെടുത്തിട്ട് ആ കമ്പി ഒന്ന് വളച്ചവിടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇത് കമ്മലിൻ്റെ ആ ഒരു സ്റ്റഡിൻ്റെ ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ആ ഒരു ഇത് കറക്റ്റായിട്ട് അവിടെ കമ്മൽ ആ ഒരു നല്ല ആ പേളും കൂടി താഴെ വന്നപ്പോൾ നല്ല ഭംഗിയിൽ ആ ഒരു ഇതിന് മാച്ചായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ ഒരു സെറ്റ് കാണാനായിട്ട്. നല്ല ഭംഗിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ജെൽ ബീഡൊക്കെ ഉണ്ടെങ്കിൽ